മലയാളം എന്ന ഭാഷ സംസാരിക്കുന്ന ലോകത്തെല്ലായിടത്തുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഹിറ്റായിട്ടുള്ള ആളാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹം 24-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എഴുതുന്നത്, നോവൽ എഴുതുന്നത്. 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ ആ നോവൽ 70 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ച് ഇപ്പോൾ പോകുമ്പോൾ 91-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിലും ഇപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ എഴുതിയ നോവൽ ഇപ്പോഴും ആളുകൾ വളരെ കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലാണ്. ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ നോവലിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങളും ഭൂപ്രകൃതിയും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ മാറി മറിഞ്ഞാലും മലയാളി വായിച്ചുകൊണ്ടേയിരിക്കും. അത് നോവലിൽ മാത്രമല്ല, ഏതാണ്ട് ഒരു 30-35 വയസ്സോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളെല്ലാം എഴുതി കഴിഞ്ഞു. പിന്നീട് സിനിമയിലേക്ക് കടക്കുക ചെയ്തത്. സിനിമയിൽ മറ്റേതെങ്കിലും സിനിമാ പ്രവർത്തകൻ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഹിറ്റുകളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതായത് നക്ഷത്രങ്ങൾ, അമൃതം ഗമയ, വടക്കൻ വീരഗാഥ, കേരളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും ഹിറ്റായിട്ടുള്ള നമ്മുടെ ഏറ്റവും സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലിനെയും മമ്മൂട്ടിയെ സൃഷ്ടിച്ചത് വലിയൊരളവിൽ എം.ടി. വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് വടക്കൻ വീരഗാഥയാണെങ്കിലും സദ്യമാണെങ്കിലും മോഹൻലാലും മമ്മൂട്ടി എന്നുള്ള ഈ മലയാളം സംസാരിക്കുന്ന ഈ ഭൂഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളെല്ലാം ഉണ്ടാക്കിയത് എം.ടി. വാസുദേവൻ നായർ കൂടെ ചേർന്നാണ്. അങ്ങനെ കേരളത്തിൻ്റെ മലയാള ഭാഷയെ, മലയാള ഭാഷയുടെ താരങ്ങളെ, മലയാള ഭാഷയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള നോവലുകളെ, മലയാള ഭാഷയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള സിനിമകളെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എം.ടി. വാസുദേവൻ നായരാണ്. അങ്ങനെ ഒരു ജീവിതം യഥാർത്ഥത്തിൽ മറ്റൊരു ആളില്ല കേരളത്തിൽ. അതായത് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, തകഴി ശിവശങ്കരപ്പിള്ളയുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾ വേറെയുണ്ട്, അദ്ദേഹത്തിന് അപ്പുറവും ഇപ്പുറവും ആളുകളുണ്ട്. പക്ഷേ ഈ രണ്ട് വലിയ കലാരൂപങ്ങളിൽ ഇത്ര വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ, അതായത് നമ്മൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയില്ല, അപ്പം മലയാളം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്ററാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹം സിനിമയിലും സാഹിത്യത്തിലും അത് ചെയ്തു. എന്നാൽ അതേസമയം തന്നെ നേരത്തെ രുചീഷ് പറഞ്ഞു നിർത്തി, നേരത്തെ അദ്ദേഹത്തോട് സുധീറിനോട് താങ്കൾ സംസാരിച്ചപ്പോൾ ചോദിച്ച ആ കാര്യമുണ്ടല്ലോ, അദ്ദേഹം രാഷ്ട്രീയമായിട്ട് വളരെ ജാഗ്രതയോടെ ഒടുവിൽ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. ഏറ്റവും ഒടുവിൽ ഈ മോദി സർക്കാർ വന്നപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷേ വളരെ ചുരുക്കം കാര്യങ്ങളിലേ അദ്ദേഹം രാഷ്ട്രീയം സംസാരിച്ചുള്ളൂ. പക്ഷേ രുചീഷ് ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ ഷാർപ്പായിട്ടുള്ള വിമർശനമായിരുന്നു. അതായത് എന്നാൽ നേരത്തെ സുധീർ കാര്യം പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ പോവുക എന്നത് അദ്ദേഹത്തിൻ്റെ രീതിയുമായിരുന്നില്ല. അദ്ദേഹം പറയേണ്ടത് വളരെ സൂക്ഷ്മതയോടെ ആലോചിച്ച് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വലിയ വായനക്കാരനായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ എന്ന് വെച്ചാൽ അവരവർ എഴുതുന്നത് മാത്രവും മറ്റുള്ളവരുടെ ചുരുക്കം കൃതികളും മാത്രം വായിക്കും എന്നൊരു ശീലമുള്ളിടത്ത് എം.ടി. വാസുദേവൻ നായർ ലോകത്തിലെ മലയാള ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വായനക്കാരനുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകൃതികളിലൊന്നായിട്ടുള്ള ഈ ഏകാന്തയുടെ 100 വർഷങ്ങൾ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അത് സീരീസ് ആയിട്ട് വരുന്നുണ്ട്. ഏകാന്തയുടെ 100 വർഷങ്ങൾ കേരളത്തിലിരുന്ന് ആദ്യം വായിച്ച മലയാളി വായനക്കാരൻ എം.ടി. വാസുദേവൻ നായരാണ്. അതായത് ഇങ്ങനെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന് പറയുന്നൊരു വലിയ നോവലിസ്റ്റ്, ലാറ്റിൻ അമേരിക്കയിൽ വലിയ ഹിറ്റായിട്ടുള്ളൊരു നോവൽ എഴുതിയിട്ടുണ്ടെന്ന് ആദ്യം പറയുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാൾ എം.ടി. വാസുദേവൻ നായരാണ്. ഈ എൻ.ഇ. സുധീർ, അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച എൻ.ഇ. സുധീർ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പുള്ള ഒരു വാർഷിക പതിപ്പിൽ, മാതൃഭൂമിയുടെ വാർഷിക പതിപ്പിൽ അദ്ദേഹത്തോട് ഈ വായനയെക്കുറിച്ച് ചോദിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനത് വായിക്കാം, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: മനു എസ് പിള്ളയുടെ ദി ഐവറി ത്രോൺ വായിച്ചു. അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ സമീപകാലത്ത് താങ്കൾ വായിച്ച പുസ്തകങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മനു എസ് പിള്ളയുടെ ദി ഐവറി ത്രോൺ ഞാൻ വായിച്ചു. നല്ല താല്പര്യം തോന്നിയ പുസ്തകമാണ്. 24-25 വയസ്സേ ഉള്ളൂ അത് എഴുതിയ ചെറുപ്പക്കാരന്. അതുപോലെ ഹിലരി ക്ലിൻ്റൻ്റെ ആത്മകഥ വായിച്ചു. സ്റ്റീഗ് ലാർസൻ്റെ 3 നോവലുകളും വായിച്ചിരുന്നു. പാട്രിക് സുസ്കന്തിൻ്റെ പെർഫ്യൂം 2-3 വട്ടം വായിച്ചു കാണും. ഹെന്നിക് മാൻഗൽ അസൽ റൈറ്ററാണ്. ചിലിയിലെ അന്റോണിയാസ് കമർത്ത എഴുതിയ പോസ്റ്റ്മാൻ നിരൂതയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നോവലാണ്. ജപ്പാനിൽ നിന്ന് കാവാബാത്തയും മിഷിമയും അക്കാലത്ത് തന്നെ വായിച്ചിരുന്നു, ഇപ്പോൾ മുറാക്കാമിയും. ആഫ്രിക്കയിൽ നിന്ന് ചിമാമന്ത എൻഗോസി അടിച്ചുടെ ഹാഫ് ഓഫ് എ യെല്ലോ സൺ നല്ല വർക്കാണ്. ഫ്യോന്തസിൻ്റെ കൃതികളെപ്പറ്റി എനിക്കത്ര മതിപ്പില്ല. ബോർഹസിൻ്റെയും ചിലതൊന്നും എനിക്കിഷ്ടമല്ല. ഓർഹൻ പമുക്കിനെ പറ്റിയും അത്ര മതിപ്പില്ല. യോസയുടെ ഓൺ ജൂലിയ ആൻഡ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ നല്ല വർക്കാണ്. അപ്പോൾ എൻ.ഇ. സുധീർ 2 പുതിയ എഴുത്തുകാർ, ആ കാലത്ത് ഹിറ്റായ 2 പുതിയ എഴുത്തുകാരെ പറ്റി സൂചിപ്പിക്കും, എലേന ഫെറാൻ്റെയും കാൾ ഓഫ് നോസ്കാർഡും. അപ്പോൾ അദ്ദേഹം അവർ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെട്ടു. അതായത് അദ്ദേഹത്തിന് ഇത് നടക്കുമ്പോൾ ഐവറി ത്രോൺ വന്ന സമയമാണ്, മനു എസ് പിള്ളയുടെ ദന്തസിംഹാസനം വന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ടില്ല. അദ്ദേഹത്തിന് ശാരീരിക അവശതകളുണ്ട്, കണ്ണ് കാണില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് അദ്ദേഹം വായിച്ച പുസ്തകത്തിൽ ലിസ്റ്റാണ് നമ്മൾ കേട്ടത്. എന്ന് വെച്ചാൽ ഏത് പുതിയ വായനക്കാരനെയും അന്തം വിടുവിക്കുന്ന തോതിൽ പുസ്തകവും അദ്ദേഹം വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു.